ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിക്കത്തെ ഷിഫ്റ്റും കഴിഞ്ഞിട്ട് ഇതാ ഈ കാണുന്ന കോലത്തിലാണ് ഞാൻ ഇന്ന് എയർപോർട്ട് കൂടെ നാട്ടിൽ പോകുന്നത്. ഈ കാണുന്ന സ്ഥലം പിന്നെ ഏതാണ് എന്താണ് എങ്ങനെയെന്നൊന്നും എന്റെ പ്രേക്ഷകരോട് ചോദിക്കണമെന്ന് ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ആ ഒരു എയർപോർട്ടിൽ കൂടെ നമ്മൾ കയറി ചെന്ന് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ സെക്യൂരിറ്റി ചെക്കിന് കൂടെ ചെന്ന് നേരെ അതിന്റെ ഉള്ളിലാണ് കയറി. പിന്നെ ഒരു കാര്യം എപ്പോഴും ഞാൻ പറയില്ലല്ലോ, ഞങ്ങൾ സ്റ്റാഫുകൾക്ക് എല്ലായിടത്തും നല്ല സുഖം. അതോ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഓഡിയോ നിങ്ങൾ കേട്ടത് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതാണ്. ചത്തിയിലാന്നു ഗേറ്റ് 28 നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് വന്നോണ്ട് ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങിയും പോയി. ഏകദേശം ഒരു 12 മണിയുടെ ആയപ്പോത്തിന് ഗേറ്റ് ഓപ്പൺ ആയി. ആൾക്കാർ ഉന്തും തള്ളും കലവിലായോണ്ട് ഞാൻ ലാസ്റ്റ് പോകുന്ന വെച്ചിട്ട് ഞാൻ നേരെ നടന്നു. ഈ മുറ്റത്തൊരു മൈമുന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ്, ഞാനതൊക്കെ നോക്കിയിട്ട് നേരെ ഫ്ലൈറ്റിന്റെ അടുത്ത്. ഇതാണ് നമ്മളെ ചങ്ങായി ജംഷി, കാണുന്ന പോലെയുള്ള കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണോ. അതൊക്കെ കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റ് എടുത്ത് ബാക്കിലേക്ക് നോക്കുമ്പോ A350 എയർ ഇന്ത്യയുടെ 12:30 പറഞ്ഞ സാധനം 12:50 അല്ലെങ്കിൽ നിങ്ങളോട് പറയണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് അങ്ങോട്ട് പൊന്തിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ട്, അത് വേറെ തന്നെ. പക്ഷെ ഇപ്രാവശ്യം ഉറക്കം വന്നിട്ട് എനിക്ക് ആ സുഖം സന്തോഷം ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. അങ്ങായിമാരെ സീറ്റിൽ അങ്ങോട്ട് ഇരുന്ന് കുറച്ചാണ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സമാധാനം. നോക്കുമ്പോ എന്താ നമ്മളെ കരിപ്പൂർ എയർപോർട്ടിന്റെ റൺവേ കാണാം. ഇന്നത്തെ പൈലറ്റുമാർക്ക് ഇന്നോടെന്തോ വരുമെന്നുള്ള മാതിരി അമ്മ അതിലൊരു ഹാഡ് ലാൻഡിങ് നിങ്ങൾ കണ്ടില്ലേ, ഇളക്കൊക്കെ കറക്റ്റ് ഒരു 40 മിനിറ്റ് നമ്മൾ നാട്ടിലങ്ങോട്ട്. എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, ഫ്ലൈറ്റ് അങ്ങോട്ട് ലാൻഡ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ നീച്ച് വണ്ടിയാണ് പോവാ. മക്കളെ നിങ്ങൾ ഇറക്കാതെ ഫ്ലൈറ്റ് അവിടെ നിന്നിട്ട് അനങ്ങും കൂടി ഇല്ല അറിയോ നിങ്ങൾക്ക്. ഞമ്മളെയും കാത്ത ആരെങ്കിലും ഒക്കെ നിൽക്കണ്ടോ എന്നിങ്ങനെ നോക്കിയപ്പോ ഒരു പൂക്കളം നിൽക്കണേ. പിന്നെ അവിടെ നേരെ ബൈക്ക് എടുത്ത് ചങ്ങായിന്റെ അടുത്ത് നിന്ന് കിട്ടി ഏതോ ഒരു ഹെൽമെറ്റ് എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് വിട്ടു.